തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. രാവിലെ മുതൽ വോട്ടർമാരെ കണ്ട് വോട്ടുകൾ ഉറപ്പിക്കുന്നതിനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. കൊച്ചി കോർപ്പറേഷനിലെ 19ാം ഡിവിഷനിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി സി.ജി. രാജഗോപാൽ തന്റെ സുഹൃത്തുക്കളായ മറ്റ് ബി.ജെ.പി. സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് രാവിലെ കലൂരിൽ പ്രചാരണത്തിനിറങ്ങി. തെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണത്തിൻ്റെ അവസാന ഘട്ടമാണ് ഇന്ന്. സ്ഥാനാർത്ഥികളെല്ലാം തന്നെ രാവിലെ മുതൽ തന്നെ സജീവമായി പ്രചരണ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരസ്യപ്രചാരണം അവസാനിക്കുന്നു എന്നതോടൊപ്പം തന്നെ ഇന്നൊരു ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് തന്നെ രാവിലെ മുതൽ ഈ സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ നേരിട്ട് വീട്ടിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് കൂടുതലുമായി നടക്കുന്നത്. ഏതായാലും വൈകിട്ടോടുകൂടിയാണ് പല സ്ഥലങ്ങളിലും പരസ്യപ്രചാരണത്തിൻ്റെ കൊട്ടിക്കലാശമടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ കലൂർ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ കലൂർ ഭാഗത്ത് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ പ്രചരണത്തിന് ഇറങ്ങിക്കൊണ്ട് ആളുകളെല്ലാം തന്നെ കാണുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിരാവിലെ തന്നെ, അതായത് രാവിലെ മുതൽ തന്നെ റോട്ടിലേക്ക് എത്തിയിട്ടുള്ള ആളുകളെയൊക്കെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിന്, വോട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു ശ്രമം തന്നെയാണ് പ്രധാനമായിട്ടും ഏതായാലും സ്ഥാനാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ആളുകളെ, വഴിയിലൊക്കെ ഉള്ള ആളുകളെയൊക്കെ എല്ലാവരെയും കാണുന്നുണ്ട്. ഈ കാര്യങ്ങളുമായി, പ്രചാരണ കാര്യങ്ങളുമായിട്ട് ഏതായാലും സ്ഥാനാർത്ഥികൾ വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഒപ്പം വലിയ ഒരു പ്രതികരണം തന്നെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് അവരും പ്രധാനമായിട്ട് പറയുന്നത്. ഏതായാലും ഈ സമയത്ത് 3 സ്ഥാനാർത്ഥികളാണ് നമ്മുടെ കൂടി ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. 3ഉം NDAയുടെ സ്ഥാനാർത്ഥികളാണ്. 3 പേരും ഒരേ സ്ഥലത്ത് പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു കാര്യം, 3 പേരും ഒരേ സ്ഥലത്ത് ഇറങ്ങാൻ? നമസ്തേ മൃത. എന്താണ് ഇങ്ങനെ ഒരുമിച്ചിറങ്ങാനായിട്ടൊരു കാരണം? പറയുന്നത് ജനങ്ങൾ പറയുകയാണ് NDA താമര വിരിയണമെന്ന്. അത് തന്നെ ശുഭസൂചകമാണ്. ഇപ്പോൾ ഞാൻ മത്സരിക്കുന്നത് 10ാം വാർഡ് രവിപുരത്താണ്. അപ്പോൾ ഞാനിന്ന് മത്സരിക്കുന്ന, ഞാൻ താമസിക്കുന്ന ഈ പ്രസ്ഥാനത്തിലേക്ക് ഞാൻ നടന്നു കയറിയ കലൂർ എന്ന പ്രദേശത്ത് മഹാകവി വൈലോപ്പിള്ളി ഉൾപ്പെടെ ജനിച്ച ഒരു സ്ഥലത്ത് ഞാൻ വന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട 2 എനിക്ക് എല്ലാവരും പ്രിയപ്പെട്ടവർ തന്നെ, പക്ഷേ ഞാൻ പ്രതിനിധാനം ചെയ്തിരുന്ന എൻ്റെ സ്ഥലത്ത് ഇത് എൻ്റെ പ്രിയപ്പെട്ട കൊച്ചനുജത്തി പ്രീപ്തി രാജ്, 13ാം ഡിവിഷൻ. ഞാൻ താമസിക്കുന്നത് 13ാം ഡിവിഷനിലാണ്. പ്രീപ്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഒരു മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ വിദ്യാഭ്യാസപരമായി വളരെ മുന്നോട്ട് നിൽക്കുന്ന LLB PhD ഇപ്പോൾ ചെയ്യാൻ പോകുന്നു. അതോടൊപ്പം ഹെൽത്ത് സർവീസിൽ നിന്നും ജോലിയിൽ ഉണ്ടായിട്ട് അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് സമൂഹ സേവനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങുന്ന, അപ്പോൾ സർക്കാർ സംവിധാനത്തിൽ മാറിയിരിക്കുന്ന പ്രീപ്തി രാജ് എന്ന ചെറുപ്പക്കാരി നരേന്ദ്രമോദി എന്ന ഐതിഹാസിക പുരുഷൻ്റെ ആ പ്രചോദനത്തിൽ ഈ നാടിൻ്റെ സേവനത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിയെ ജയിപ്പിക്കുക എന്നുള്ളത് നാടിൻ്റെ ആവശ്യമാണ്. ജനങ്ങൾ തോക്കരുത്. ഇവിടുത്തെ ജനങ്ങൾ തോക്കാതിരിക്കണമെങ്കിൽ പ്രീതി രാജ് ജയിക്കണം. അതിനുവേണ്ടിയാണ്. മറ്റൊന്ന് പ്രിയപ്പെട്ട കുട്ടൻ, അനിൽകുമാർ AB എന്നാണ് അറിയുന്നത്, പക്ഷേ ഞാൻ കുട്ടൻ എന്ന് വിളിച്ചു. അനിൽകുമാർ ABയെയും വിജയിപ്പിക്കേണ്ടത് നാടിൻ്റെ ആവശ്യമാണ്. എനിക്ക് പ്രത്യേകിച്ച് വ്യക്തിപരമായ ഒരു ഇതുണ്ട്. അതുകൊണ്ട് 2 കഥാപാത്രം, സർക്കാർ സർവീസിൽ, ഓട്ടോ തൊഴിലാളി, അങ്ങനെ എൻ്റെ ഭാരതീയ ജനതാ പാർട്ടി സമൂഹത്തിലെ എല്ലാവരെയും മുൻനിർത്തിക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിർത്തി എന്നുള്ളതാണ് ഒരു ഏറ്റവും ആഹ്ലാദകരമായ ഒരു കാര്യം. ഏതായാലും വളരെയധികം നന്ദി. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഡിവിഷൻ വനിതാ സംവരണമാണ്. അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്കും ഒപ്പം തൊട്ടടുത്തുള്ള ഡിവിഷനിലെ സ്ഥാനാർത്ഥിക്കും വേണ്ടി മറ്റൊരു സ്ഥാനാർത്ഥി തന്നെ ഏതായാലും പ്രചാരണത്തിന് ഇറങ്ങിയിട്ടുള്ള കാഴ്ചയാണ് കണ്ടത്. NDAയുടെ സ്ഥാനാർത്ഥികളായിട്ടുള്ള CG രാജഗോപാലും ആണ് നേരത്തെ നമ്മളോട് പ്രതികരിച്ചത്. ഏതായാലും സ്ഥാനാർത്ഥികളൊക്കെ വലിയ സജീവമായി തന്നെ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. വൈകിട്ടോടുകൂടിയാണ് നഗരത്തിലെ പല ഭാഗങ്ങളിലായിട്ട് ഈ കൊട്ടിക്കലാശം സംഘടിപ്പിച്ചിരിക്കുന്നത്. ജിത്തുവിനൊപ്പം കിരൺകുമാർ, അമൃത ന്യൂസ്, കൊച്ചി.